ഇന്ന് നമ്മൾ അനാലിസിസ് ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ ടീം മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈ ഇന്ത്യൻസിൻ്റെ സ്ട്രെങ്ത്തും അതുപോലെ വീക്ക്നെസ്സും സായുധ പ്ലേയിങ് ഇലവനുമാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. അവരുടെ മെയിൻ അഭാവം എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറയുടെ തന്നെയാണ്. ജസ്പ്രീത് ബുംറ ഇല്ലാത്തത് അവരുടെ ടീമിനെ വളരെയധികം ബാധിക്കാൻ സാധ്യതയുണ്ട്. മിനിമം 5 ഗെയിമെങ്കിലും ബുംറയ്ക്ക് നഷ്ടപ്പെടുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അവരുടെ ഓപ്പണിംഗ് വിൽ ജാക്സ് അല്ലെങ്കിൽ റിയാൻ റിക്കൽട്ടനായിരിക്കും രോഹിത് ശർമ്മയോടൊപ്പം വരുന്നത്. അതുപോലെ സ്കയ്യ്, ഹർദിക് പാണ്ഡ്യ, തിലക് വർമ്മ, ഇങ്ങനെ അവരുടെ മിഡിൽ ഓർഡർ വളരെയധികം സ്ട്രോങ് ആണ്. അതുപോലെ ഓൾറൗണ്ടറായി ഹർദിക് പാണ്ഡ്യയും രാജ്ബാവയും ഉണ്ട്, നമാൻദീർ ഉണ്ട്. ഫാസ്റ്റ് ബോളിംഗ് യൂണിറ്റിൽ ട്രെൻറ്റ് ബോൾട്ട്, ദീപക് ചാഹർ, ഹർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ ഇല്ല, ടഫ്ലി ഉണ്ട്. ജസ്പ്രീത് ബുംറ വന്നു കഴിയുമ്പോൾ ദീപക് ചാഹർ ആയിരിക്കും മിക്കവാറും ടീമിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുള്ളത്. പ്ലേ ഓഫ് ഉറപ്പായും സാധ്യത ഇപ്രാവശ്യം അവർക്ക് കിട്ടുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. നല്ല ടീം ബാറ്റിംഗ് യൂണിറ്റും അതുപോലെ നല്ല സ്പിൻ യൂണിറ്റ് ഉണ്ട്, അതുപോലെ പേസ് ബോളിംഗ് യൂണിറ്റ് ഉണ്ട്. ബുംറയും കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ടീം വളരെയധികം സ്ട്രോങ് ആണ്. അതുപോലെ റിയാൻ റിക്കൽട്ടൺ നല്ലൊരു ലെഫ്റ്റ് ഹാൻഡർ അറ്റാക്കിംഗ് ബാറ്റ്സ്മാനാണ്. നിലയുറപ്പിച്ച് കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഇഷാൻ കിഷനെ പോലെ ഫസ്റ്റ് ബോൾ അറ്റാക്കിംഗ് അല്ല, നല്ല നിലയുറപ്പിച്ച് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അതുകൊണ്ട് രോഹിത് ശർമ്മയ്ക്ക് ഫ്രീ ആയി കളിക്കാൻ സാധിക്കും. കഴിഞ്ഞ തവണയ്ക്ക് രോഹിത് ശർമ്മയും ഇഷാൻ കിഷനും ഒന്നിച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരു വിക്കറ്റ് പെട്ടെന്ന് പോകുമ്പോൾ രോഹിത് ശർമ്മയ്ക്ക് പെട്ടെന്ന് അതിനെ കളിയെ ബാധിക്കുമായിരുന്നു. ഇപ്രാവശ്യം റിക്കൽട്ടൺ എങ്ങനെയാലും പിടിച്ച് നിന്ന് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അതുപോലെ വിൽ ജാക്സൺ ഓപ്പണിങ്ങിലേക്ക് ഇറക്കാം, അല്ലെങ്കിൽ വൺ ഡൗൺ ഇറക്കാം. വിൽ ജാക്സൺ വൺ ഡൗൺ പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ സ്കൈ തൊട്ട് താഴത്തേക്ക് ഇറങ്ങേണ്ടി വരും. സ്കൈക്ക് പിന്നെ കുഴപ്പമില്ല, സ്കൈ ഇൻ്റർനാഷണൽ ലെവലിലായാലും തിലക് വർമ്മയ്ക്ക് തൊട്ട് താഴെയാണ് കളിക്കുന്നത്. പിന്നെ ഈ IPL വരുമ്പം തിലക് വർമ്മ സ്കൈക്ക് താഴെയാണ് കളിക്കാൻ സാധ്യതയുള്ളൂ. ഒരു വൺ ഡൗൺ വിൽ ജാക്സ് വന്നു കഴിഞ്ഞാൽ 2 ഡൗൺ സ്കൈ വരും, 4ാമത് വിൽ ജാക്സ് തിലക് വർമ്മ കളിക്കും. തിലക് വർമ്മയ്ക്ക് താഴെയാണ് ഹർദിക് പാണ്ഡ്യ വരാൻ സാധ്യത. പിന്നെ നമാൻദീർ, ദീപക് ചാഹർ, മിച്ചൽ സാന്റനർ, അങ്ങനെ ആയിരിക്കും ടീമിൻ്റെ ലൈനപ്പ് വരുന്നത്. അത് നമുക്ക് ഇതായിട്ട് നമുക്ക് നോക്കാം. ലാസ്റ്റ് നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. ജസ്പ്രീത് ബുംറയ്ക്ക് 4-5 ഗെയിമോ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അവരെ സംബന്ധിച്ച് കളിക്കുന്ന 5 ഗെയിമിൽ ഒരു 3 ഗെയിമെങ്കിലും അവർക്ക് വിജയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ബുംറ വരുന്നതോടുകൂടി ടീമിൻ്റെ ഒത്തിരി മാറ്റം വരും. ബുംറയുടെ 4 ഓവറാണ് കളിയുടെ ഗതി തന്നെ മാറ്റി. ബുംറയും ട്രെൻറ്റ് ബോൾട്ടും ഫസ്റ്റ് സ്പെൽ എറിയുമ്പോൾ തന്നെ 3-4 വിക്കറ്റുകൾ പോയാൽ ഏത് ടീമിനത് ഭയങ്കര ഇതായിട്ട് വരും. ട്രെൻറ്റ് ബോൾട്ട് രാജസ്ഥാൻ റോയൽസ് കളിക്കുമ്പോഴും നല്ല അടിപൊളി ഫസ്റ്റ് 3 ഓവറിൽ 1-2 വിക്കറ്റ് എടുക്കലുണ്ടായിരുന്നു. ട്രെൻറ്റ് ബോൾട്ട് എന്തായാലും ന്യൂ ബോളിൽ 1-2 വിക്കറ്റ് ഉറപ്പുള്ളൊരു അടിപൊളി ബോളറാണ്. അതാണ് മുംബൈക്ക് ഇപ്പോൾ കിട്ടിയൊരു പ്ലസ് പോയിൻറ്റ്. പിന്നെ പ്ലേ ഓഫിലെത്താൻ വളരെ സാധ്യതയുള്ള ടീം തന്നെയാണ് കേട്ടോ മുംബൈയും. ഈ രാജസ്ഥാൻ ടീമിനെ പോലെ തന്നെ മുംബൈക്കും ഇന്ത്യൻ ബാറ്റിംഗ് യൂണിറ്റാണ് കൂടുതലും സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് മുംബൈക്ക് ഇപ്പം പ്ലേ ഓഫിലെത്തിയാലും പരിക്കല്ലാണ്ട് വേറെ എന്തെങ്കിലും പ്രശ്നത്തിന് വന്നാലും ആര് പോയാലും മുംബൈയുടെ ബാറ്റിംഗ് യൂണിറ്റിനെ അത് ബാധിക്കില്ല. അവർക്ക് ഇന്ത്യൻ ബാറ്റിംഗ് കോർ നല്ല അടിപൊളിയായിട്ടുണ്ട്. അതാണ് IPL മുംബൈയുടെ ഒരു നമ്പർ 1 നേട്ടം എന്ന് തന്നെ പറയുന്നത്. പിന്നെ ബോളർമാരായിട്ട് ടഫ്ലി ഉണ്ട്, അതുപോലെ മുജീബുർ റഹ്മാനൊക്കെ പുറത്തുണ്ട്. ഇപ്പം മിച്ചൽ സാന്റനർ എന്തെങ്കിലും ബോളിങ്ങിൽ എന്തെങ്കിലും മോശമാണെങ്കിൽ മുജീബുർ റഹ്മാൻ എടുക്കും. പക്ഷേ മിച്ചൽ സാന്റനർ നല്ല അടിപൊളി ബോളറുമാണ്, നല്ല അറ്റാക്കിംഗ് ബാറ്റ്സ്മാനായിട്ട് മിച്ചൽ സാന്റനറാണ് എടുക്കാൻ സാധ്യത. ഇപ്പം ഇതിൽ നല്ല ഫോമിലാണ് മിച്ചൽ സാന്റനർ ബാറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് മുംബൈയുടെ സായുധ ഇലവനെ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും അതിനുമുമ്പ് ഈ ചാനൽ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്കും ചെയ്യണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് മുംബൈയുടെ പ്ലേയിങ് ഇലവൻ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് മുംബൈയുടെ സായുധ ഇലവൻ നോക്കിക്കഴിഞ്ഞാൽ രോഹിത് ശർമ്മ, റിയാൻ റിക്കൽട്ടൺ, വിൽ ജാക്സ്, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹർദിക് പാണ്ഡ്യ ശേഷം മിച്ചൽ സാന്റനറിന് ശേഷം വരുന്നത് നമാൻദീർ ആയിരിക്കും. നമാൻദീർ ഇപ്പം ഇല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ രജൻ ബാവ ഓൾറൗണ്ടറായിട്ട് ടീമിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇമ്പാക്റ്റ് സബായിട്ടായിരിക്കും വരുന്നത്. നമാൻദീറിന് ശേഷം ബോളിംഗ് ഓൾറൗണ്ടർ ദീപക് ചാഹറിന് ശേഷം ട്രെൻറ്റ് ബോൾട്ടും കരൺ ശർമ്മയും വരും. പിന്നെ അതുപോലെ ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ ചിലപ്പോൾ അർജുൻ ടെണ്ടുൽക്കറിന് ഒരു ചാൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ രജൻ ബാവ ഇമ്പാക്റ്റ് സബായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഏതെങ്കിലും IPL ടീമിൻ്റെ അനാലിസിസുമായിട്ട് നമുക്ക് വരാം. അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ, സപ്പോർട്ടും ചെയ്യണേ. ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് അടുത്ത അനാലിസിസ് കാണാം. ബൈ, ടേക്ക് കെയർ.